റെയിൽവേ ട്രാക്കുകൾക്കരികിൽ സ്ഥാപിക്കാൻ പോകുന്ന സുരക്ഷാ വേലികൾ വഴിമുടക്കിയാകുമോ എന്ന ആശങ്കയിലാണ് പാലക്കാട് വാണിയംകുളം പഞ്ചായത്തിലെ 100ഓളം കുടുംബങ്ങൾ. പ്രശ്നപരിഹാരത്തിനായി റെയിൽവേ DRM ഉൾപ്പെടെയുള്ളവർക്ക് പ്രദേശവാസികൾ നിവേദനം നൽകിയിട്ടുണ്ട്. സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് ട്രാക്കുകൾക്കരികിൽ സുരക്ഷാ വേലികൾ സ്ഥാപിക്കുന്നത്. എന്നാൽ ഇത് റെയിൽവേ പാളങ്ങൾക്കപ്പുറത്ത് താമസിക്കുന്ന 100ഓളം കുടുംബങ്ങളുടെ വഴിമുടക്കിയാവുമോ എന്നതാണ് വാണിയംകുളം പഞ്ചായത്ത് നിവാസികളുടെ ആശങ്ക. നെൽകൃഷിക്കാരായിട്ടുള്ള ഞങ്ങൾക്ക് ഏതാണ്ട് 100 ഏക്കറോളം നെൽകൃഷി മാത്രമുണ്ട് ഇവിടെ. അവിടേക്ക് എല്ലാ കൃഷി ചെയ്യണമെങ്കിൽ ട്രാക്ടർ കൊണ്ടുപോകണം, കൊയ്ത്ത് യന്ത്രം കൊണ്ടുപോകണം, അങ്ങനെയുള്ള ഒരുപാട്, പിന്നെ മറ്റ് രാസവളങ്ങളോ അങ്ങനെയുള്ള ജൈവവളങ്ങളോ കൊണ്ടുപോകണം വെച്ചാൽ വാഹന സൗകര്യം ഇല്ലെങ്കിൽ തീരെ സാധിക്കില്ല. അപ്പോൾ ഈ സുരക്ഷാവേലി വരുന്നതോട് കൂടിയിട്ട് ആ ഒരു സൗകര്യം കൂടി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ട്. ഏക്കർ കണക്കിന് കൃഷിഭൂമികളും 75ഓളം വീടുകളുമുള്ള ചോറോട്ടൂരിലെ തെക്കുമുറി ഭാഗത്ത് എത്തിപ്പെടണമെങ്കിൽ ട്രാക്ക് മുറിച്ചു കടക്കണം. ഇല്ലെങ്കിൽ ട്രാക്കിന് അടിയിലൂടെയുള്ള ഇടുങ്ങിയ അടിപ്പാതയെ ആശ്രയിക്കണം. സുരക്ഷാവേലി സ്ഥാപിച്ചാൽ ഈ അടിപ്പാതകളിലൂടെയുള്ള സഞ്ചാരം തടസ്സപ്പെടും. 2000ഓളം കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന പമ്പ് ഹൗസിൽ എത്തിപ്പെടാനും മറ്റു വഴികളില്ല. കുടിവെള്ളം, അതിൻ്റെ വാട്ടർ ടാങ്ക്, അതിൻ്റെ പദ്ധതികളൊക്കെ പുഴയിലാണ് ഇരിക്കുന്നത്. പിന്നെ അത് പുറമെ നമ്മൾ പുഴ ധാരാളം ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തെക്ക് ഭാഗത്താണെന്ന് വെച്ചിട്ടുണ്ടെച്ചാൽ ഏകദേശം 15ഓളം കുടുംബങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ ഇപ്പോൾ റെയിലിൻ്റെ മുകളിൽ കൂടിയും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലത്തും കൂടിയാണ് യാത്ര ചെയ്തിരുന്നത്. പക്ഷെ അതെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്യപ്പെടാൻ പോവുകയാണ്. പ്രശ്നപരിഹാരത്തിനായി ആക്ഷൻ കൗൺസിലുകൾ രൂപീകരിച്ച് റെയിൽവേ DRM ഉൾപ്പെടെയുള്ളവർക്ക് പ്രദേശവാസികൾ നിവേദനം നൽകിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.